വെനിസില എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഒരു സ്വർണത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. പക്ഷേ ആ സ്വർണത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ യുഎസിൻ്റെ, അമേരിക്കയുടെ സാമ്രാജ്യത്വം പ്രവേശിക്കുന്നത്. മാസങ്ങൾ നീണ്ട ഭീഷണികൾ, പ്രഷർ ടാക്ടിക്സ്, അതിനൊക്കെ ഒടുവിൽ വെനിസിലയെ ബോംബിടുന്നു. അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള നിക്കോളാസ് മദൂറോയെ തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പം ട്രംപ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് വെനീസുല ഇനി വാഷിങ്ടൺ റൺ ചെയ്യും, അവരുടെ വലിയ എണ്ണ നിക്ഷേപം ഞങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷെ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം അവിടെ ഒരുപാട് ചൈനയുടെ കുറേ അധികം നിക്ഷേപങ്ങളുണ്ട്. ഏതാണ്ട് 100 കോടി ഒരുപാട് നിക്ഷേപമുണ്ട്. അപ്പോൾ അതിനെന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു സന്ദർഭത്തിൽ അറിയേണ്ടതെന്ന് തോന്നുന്നു. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സസ് ഒരു ഡയറിങ് ഓപ്പറേഷനിലൂടെ, ഒരു ഞെട്ടിപ്പിക്കുന്ന ഓപ്പറേഷനിലൂടെ തട്ടിക്കൊണ്ടുപോയത് കേട്ടു. അതിനുശേഷം പിന്നീട് നമ്മൾ അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഈ നിക്കോളാസ് മദൂറോയ്ക്കെതിരെ അമേരിക്ക ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം ഒരു ഏകാധിപതിയാണ്, അമേരിക്കയിലോട്ട് വലിയ തോതിൽ മയക്കുമരുന്ന് കടത്തിവിടുന്നു, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വേറെന്തോ ലക്ഷ്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഇന്ന് രാവിലെ ആയപ്പോൾ ട്രംപിൻ്റെ പത്രസമ്മേളനം ഇന്നാണ്, രാവിലെയാണ് നമ്മൾ കാണുന്നത്. കാരണം അമേരിക്കയിലെ സമയത്തിൻ്റെ വ്യത്യാസം, നമ്മൾ ഉറങ്ങുമ്പോഴായിരിക്കും അവിടെ പത്രസമ്മേളനം നടക്കുന്നത്. അങ്ങനെ ട്രംപ് പറയുന്നത് വി വിൽ റൺ ദ കൺട്രി, ഞങ്ങൾ ഈ രാജ്യം ഞങ്ങൾ ആയിരിക്കും നടത്തുക എന്നുള്ളത്, ഭരിക്കുക എന്നുള്ളത്. അതിനേക്കാൾ ഉപരി അദ്ദേഹം പറഞ്ഞു ദ പെട്രോളിയം ഇൻഡസ്ട്രി ഓൾസോ വി വിൽ ടേക്ക് ഓവർ എന്ന് പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ മനസ്സിലിരിപ്പ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ അങ്ങേര് പറയുകയും ചെയ്തു. ഇവിടെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗൗതം എന്നോട് ചോദിച്ച ചോദ്യത്തിന്, രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയാണ്. വെനിസ്വേലയിലെ ഏറ്റവും അധികം നിക്ഷേപം നടത്തിയിരിക്കുന്ന രാജ്യമാണ് ചൈന. വെനിസ്വേലയുടെ മൊത്തം എണ്ണ ഉൽപാദനത്തിന്റെ 90-95% ഇടയ്ക്ക് ഉള്ള എക്സ്പോർട്ട് നടത്തുന്നത് ചൈനയിലേക്കാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ നടപടി ഏറ്റവും കൃത്യമായിട്ട് ആർക്കു നേരെയാണ് അമേരിക്ക വിരൽ ചൂണ്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അത് വെറുതെ നിക്കോളാസ് മദൂറോയ്ക്ക് നേരെ മാത്രമല്ല, ഇത് ചൈനയ്ക്ക് നേരെയും കൂടെ ഉള്ള ഒരു കടന്നാക്രമണമാണ്. ചില വാർത്തകൾ അനുസരിച്ച് ചൈന ഏതാണ്ട് 2007 ശേഷം ഇപ്പോൾ വരെ അവിടെ 60 ബില്യൺ $60 ബില്യൺ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മാത്രമായിട്ട് ഒരു 3-4 വർഷത്തിനിടയിൽ ചൈന $20 ബില്യൺ നിക്ഷേപം അവിടെ നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ നടക്കുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് അമേരിക്ക ചില ചൈനീസ് കമ്പനികൾക്ക് മേൽ ഉപരോധം പ്രഖ്യാപിക്കുകയും 4 ചൈനീസ് ടാങ്കറുകളുടെ മേൽ ഉപരോധം പ്രഖ്യാപിക്കുകയും ചില സ്വകാര്യ സ്ഥാപനങ്ങളുടെ മേൽ ഉപരോധം പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, കൃത്യമായിട്ട് ചൈനയിൽ ആക്കാക്കി തന്നെ, ലക്ഷ്യമിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിക്കോളാസ് മദുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ മദുറോയ്ക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഹ്യൂഗോ ചാവേസ് എന്ന് പറയും, ഹ്യൂഗോ ചാവേസ്, അദ്ദേഹവും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഇടതുപക്ഷക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എല്ലാ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് ആവണമെന്നില്ല, പക്ഷെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷമായിരിക്കും. അപ്പോൾ ഈ ഹ്യൂഗോ ചാവേസിനെ ഇതുപോലെ തന്നെ ചൈനയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ ഉണ്ട്. മുൻ ഒരു സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ റഷ്യയുമായിട്ടും അടുത്ത ബന്ധമാണുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും വെനിസ്വേലയിൽ ഏറ്റവും അധികം നിക്ഷേപം നടത്തിയിരിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് നേരെയാണ് ഉള്ള ഒരു നീക്കവും കൂടിയാണ് അമേരിക്കയും നടത്തിയിരിക്കുന്നത്. അമേരിക്ക നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഇത് അമേരിക്ക ഡ്രഗ്സ് ട്രേഡിനെതിരെ, മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ, അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് പ്രളയം അമേരിക്കയിൽ സൃഷ്ടിക്കുന്ന ഒരു ഭരണാധികാരിക്കെതിരെ, സ്വന്തം രാജ്യത്തെ ജനങ്ങളെ
പിന്നെ ചൂഷണം ചെയ്യുന്ന ഏകാധിപതിക്കെതിരെ അമേരിക്ക നടത്തിയ നീക്കമായിട്ടാണ്. പക്ഷെ വാസ്തവം അതിൽ നിന്നും വളരെ ദൂരത്താണ്. കാരണം മയക്കുമരുന്ന് ഇപ്പൊ അമേരിക്ക ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം, നിക്കോളാസ് മദുറോ സ്വന്തമായിട്ടൊരു മയക്കുമരുന്ന് കാർട്ടൽ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇനി അഥവാ വെനിസ്വേലയിൽ മയക്കുമരുന്ന് പിന്നെ കൃഷിയും അതുപോലെ മയക്കുമരുന്ന് സംസ്കരണവും ഇത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലധികം മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തിവിടുന്നതും ലോകത്തിലെ ഏറ്റവും ശക്തമായ മയക്കുമരുന്ന് അധോലോക സംഘങ്ങൾ, അതായത് കാർട്ടലുകൾ ഉള്ളതുമായ 2 രാജ്യങ്ങൾ വെനിസ്വേലയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവയുടെ പേര് ഒന്ന് മെക്സിക്കോ, ഒന്ന് കൊളംബിയ. കൊളംബിയയുടെ തലസ്ഥാനമായ മെഡലിൻ ലോകത്തിൻ്റെ തന്നെ മയക്കുമരുന്നിൻ്റെ ആസ്ഥാനമാണ്. അപ്പോൾ ഈ പറയുന്ന മെക്സിക്കോയും കൊളംബിയയും വെനിസ്വേലയേക്കാൾ എത്രയോ അധികം മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുകയും അമേരിക്കയിൽ അതുകൊണ്ട് ഡംപ് ചെയ്യുകയും ചെയ്യുന്ന 2 രാജ്യങ്ങളാണ്. അവിടെയെങ്ങും എടുക്കാത്ത ഒരു നടപടി വെനിസ്വേലയുടെ പ്രസിഡന്റിനെതിരെ എടുക്കുമ്പോൾ അത് ഈ മയക്കുമരുന്നിനെതിരെ എടുക്കുന്ന നടപടി അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അമേരിക്കയുടെ മറ്റ് സ്ഥാപിത താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് അത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇത് ലോകത്തിന് തന്നെ വലിയൊരു ഭീഷണിയായിട്ടാണ് ഈ പ്രവൃത്തിയെ ഞാൻ കാണുന്നത്. കാരണം നാളെ അമേരിക്കയ്ക്ക് ഏത് രാജ്യത്തെയും ഇങ്ങനെ ആക്രമിക്കാമല്ലോ. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അത് തട്ടിക്കൊണ്ടുപോകുന്ന അവർക്ക് ആരധികാരം തന്നു ചോദിക്കൂ. സാറ് തീർച്ചയായിട്ടും വെനിസ്വേലയിൽ നിന്ന് വരുന്ന വാർത്തകൾ ലോകത്തെ മുഴുവൻ അമ്പരിപ്പിക്കുന്ന ഒന്നാണ്. സാറിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ അമേരിക്കയ്ക്ക് ഏത് രാജ്യത്ത് പോയിട്ടും അവിടെയുള്ള പ്രധാനമന്ത്രിയെയും പ്രസിഡന്റുമാരെയും തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയുമായിട്ട് ട്രംപിന് നിലവിലുള്ള ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ വഷളായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മളിവിടെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി എങ്ങനെയായിരിക്കും ഇന്ത്യ അമേരിക്കയോട് കാണിക്കുന്ന ഒരു സമീപനം? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അതെങ്ങനെയായിരിക്കും, എങ്ങനെ ആവണം? അല്ല, അതില് അമേരിക്ക വളരെ കൃത്യവും വ്യക്തവുമായ ഒരു സൂചനയാണ് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സസ് ഈ തട്ടിക്കൊണ്ടുപോകലിലൂടെ ലോകത്തിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ നയവുമായിട്ട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പലതരത്തിലും ഞങ്ങൾ ഉപദ്രവിക്കും. അത് 3 തരത്തിലാണ് അമേരിക്ക പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളോട് പ്രതികരിക്കുന്നത്. ഒന്നാമത്തേത്, അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. ഇപ്പം ഇറാനെതിരെ, ഉത്തര കൊറിയക്കെതിരെ ഒക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കാണും. അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രങ്ങൾക്കെതിരെ വലിയ താരിഫുകൾ പ്രഖ്യാപിച്ചു. അതൊക്കെ ഉപരോധത്തിൻ്റെ നയപരമായ നടപടികളിലൂടെ അമേരിക്ക തങ്ങളുടെ നയങ്ങളോടൊപ്പമില്ലാത്ത രാജ്യങ്ങളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി രണ്ടാമത്തേത് ഡീലെജിറ്റിമൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ ലെജിറ്റിമേറ്റ് അല്ല എന്നുള്ള ഒരു പ്രൊപ്പഗണ്ട അഴിച്ചുവിടും. അതാണ് വെനിസ്വേലയിൽ രണ്ടാമത് ചെയ്തത്. ഈ 2 ചെയ്തിട്ടാണ് മൂന്നാമത്തേത് അവിടെ വന്നത്. ഈ ഡീലെജിറ്റിമൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ മദൂറോ എന്ന് പറയുന്ന ഭരണാധികാരി ഏകാധിപതിയാണെന്നും അയാൾക്കെതിരെ ആ രാജ്യത്തെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലാണെന്നും ഒക്കെ പറയുന്നു. അത് ശുദ്ധ കള്ളമാണ്. കാരണം ഈ മദൂറോയെ അറസ്റ്റ് ചെയ്തിട്ടും അവിടെ വെനിസ്വേലയിൽ ആഹ്ലാദ പ്രകടനം നടക്കുന്നതായിട്ടോ അവിടുത്തെ മദൂറോ ഒഴികെയുള്ള മറ്റ് മന്ത്രിമാരോ ഭരണാധികാരികളോ ഒക്കെ തന്നെ പ്രതികരിക്കുന്നതായിട്ട് ഒരു വാർത്തകളോ ഫുട്ടേജോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പകരം സാൻ ഫ്രാൻസിസ്കോയിലും അമേരിക്കയിലെ 1-2 സ്ഥലങ്ങളിലും വെനിസ്വേലയിൽ നിന്നും അമേരിക്കയിൽ എത്തപ്പെട്ടിരിക്കുന്ന അഭയാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നതൊക്കെയാണ് അമേരിക്കൻ ചാനലുകൾ കാണിക്കുന്നത്. ഈ പാവങ്ങൾക്ക് പൗരത്വം കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അവരെ ഇപ്പോൾ പുറത്താക്കത്തില്ലെന്നോ എന്തോ ഒരു വാഗ്ദാനം കൊടുത്ത് ട്രംപ് അവരെ കളിപ്പിക്കുന്നതാണ്. അപ്പം അതായത് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ തന്ത്രമാണ് ഡീലെജിറ്റിമൈസേഷൻ. തങ്ങളോട് യോജിക്കാത്തവരെ അത് ചെയ്തു. എന്നിട്ടും അടങ്ങിയില്ലാത്തതുകൊണ്ടാണ് മൂന്നാമത് ഡയറക്റ്റ് അറ്റാക്ക് നടത്തിയത്, സൈനിക ഇടപെടൽ നടത്തിയത്. അതാണ്. അപ്പോൾ അതായത് ഇങ്ങനെ 3 രീതിയിലാണ് അമേരിക്ക പ്രതികരിക്കുന്നത്. ഇപ്പോൾ വടക്കൻ കൊറിയയുടെ നേരെയോ ഇന്ത്യക്ക് നേരെയോ ഒന്നും ഈ ആക്രമണം എന്ന് പറയുന്നത് നടത്താൻ പറ്റത്തില്ല. കാരണം ന്യൂക്ലിയർ ആയുധങ്ങളുള്ള രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്താൻ പലവട്ടം ആലോചിക്കും. കാരണം അത് അമേരിക്കയ്ക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവം. അതില്ല എന്നുള്ളതാണ് ഇറാന് നേരെയും ആക്രമണം നടത്തുന്നത്. പക്ഷെ എന്നാലും
ഇപ്പോൾ മദൂറോയെ അറസ്റ്റ് ചെയ്തതുപോലെ ഇറാനിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷെ ഇറാനിലെ പല പ്രമുഖ സൈനിക മേധാവികളെയും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ തന്നെ മിസൈൽ ആക്രമണത്തിലൂടെയൊക്കെ അമേരിക്ക കൊല്ലുന്നുണ്ട്. പലരെയും കൊന്നിട്ടുണ്ട്. ഈ അടുത്ത നമുക്കറിയാം 2022 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ഇസ്രായേൽ നേതാക്കന്മാരെ, ഇസ്രായേലിന്റെ സൈനിക മേധാവിയെ ഉൾപ്പെടെ അമേരിക്ക വധിച്ചിട്ടുണ്ട്. അത് പിന്നെ ഈ എന്താണ് സൂയിസൈഡ് ഡ്രോണുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതുപോലെ സ്വാച്ച് ബ്ലേഡ് എന്ന് പറയുന്ന ഒരുതരം ഡ്രോണുകളുണ്ട്. വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് നേരെ വരെ മിസൈൽ പ്രയോഗിക്കാൻ കഴിയുന്ന അത്തരം ഡ്രോണുകൾ ഉപയോഗിച്ച് അതൊക്കെയാണ് അമേരിക്ക അവിടെ ചെയ്യുന്നത്. പക്ഷേ താരതമ്യേന സൈനികമായി ദുർബലമായ രാജ്യമാണ് വെനിസ്വേല. പക്ഷെ അവിടെയും അമേരിക്ക ഈ ഇത്ര നഗ്നമായ ഒരു ഇടപെടൽ ലോക ചരിത്രത്തിൽ തന്നെ ഇല്ല. ലോകത്തിൽ ഇപ്പം ഗൗതം ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ഒരു 15 കൊല്ലമായിട്ടെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം. ആ കാലയളവിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിൽ കയറിയിട്ട് മറ്റൊരു സൈന്യം അവിടുത്തെ ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു വളരെ കാൽക്കുലേറ്റഡ്, വളരെ കൃത്യമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അതിന് ഞാൻ ഡെൽറ്റ ഫോഴ്സിനെ അനുമോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഒരു സൈന്യം, ആധുനിക കാലത്തെ സ്പെഷ്യൽ ഫോഴ്സസ് ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും, ഒരുപക്ഷെ ഒരു സിനിമയിൽ പോലും ഇത്തരം ഒരു സീന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത്രയ്ക്ക് അവിശ്വസനീയമായിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലായിരുന്നു. സാറപ്പം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ട്രംപ് ആരോപിക്കുന്നത് വെനിസുല ഒരുപാട് ഡ്രഗുകൾ അമേരിക്കയിലേക്ക് കടത്തുന്നു, അതുവഴി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നടപടി യഥാർത്ഥത്തിൽ ശരിയാണോ? അല്ല, അതുപോലും ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ പോലും അത് ശരിയാവുന്നില്ല. കാരണം അമേരിക്കയ്ക്ക് പിന്നെ വെനിസ്വേലയ്ക്ക് നേരെ ആക്രമണം നടത്താം, ഇതുണ്ടാക്കുന്ന മയക്കുമരുന്ന് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താം, സൈന്യത്തിന് നേരെ ആക്രമണം നടത്താം. അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ വൻതോതിൽ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവകാശം അമേരിക്കയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടു പോകുകയും ആ രാഷ്ട്രത്തിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത്, അങ്ങനെ അതേ യുക്തിയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക എന്തിനാണ് ഇടപെട്ടത്? ഇന്ത്യയിൽ തീവ്രവാദ പിന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ ചെന്നിട്ട് അവിടുത്തെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോരാനോ കൊല്ലാനോ ഉള്ള അധികാരം ഇന്ത്യക്കുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അമേരിക്ക ഇടപെട്ട് യുദ്ധം നിർത്തിയെന്ന് പറയുന്നത്? അപ്പൊ അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇതിന് വ്യക്തമാകുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചൈനയ്ക്ക് നേരെയുള്ള ചൈനയെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സാമ്പത്തിക ആക്രമണമാണ് നടത്തിയത്. അമേരിക്ക പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ്. അതാണ് അമേരിക്ക ഇപ്പം നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചോദിച്ചോളൂ. വെനിസുല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ്. പിന്നീടാണ് സൗദി അറേബ്യ ഒക്കെ വരുന്നത്. അപ്പോൾ ചൈനയെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് ഇത്തരത്തിൽ അത് വെനിസുല വളർന്നു വരികയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാകും എന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് തീർച്ചയായിട്ടും വെനിസുലയ്ക്ക് മേൽ ട്രംപ് നടത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അമേരിക്കയ്ക്ക് എപ്പോഴും തങ്ങളുടെ താഴത്ത് മറ്റെല്ലാ രാജ്യങ്ങളും വരണം എന്നുള്ളതാണ് കാലാകാലങ്ങളായിട്ട് അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ലോക പോലീസാണെന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇതിപ്പം എത്രമാത്രം ലോകത്തിന് തന്നെ വിനാശകരമായിട്ടുള്ളൊരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളൊരു തിരിച്ചറിവല്ലേ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് നേരത്തെയൊക്കെ CPM ഒക്കെ അമേരിക്കൻ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള ചർച്ചകളും ഇതുമൊക്കെ നടത്താറുണ്ട്. അത് യഥാർത്ഥത്തിൽ സത്യമാണ് എന്നല്ല ഇപ്പം ബോധ്യപ്പെടുന്നത്. അതെല്ലാവരും ഏറ്റെടുക്കേണ്ടത് തന്നെയല്ലേ? അല്ല, ഈ CPM ഇവിടെ കിടന്നുകൊണ്ട് പറയുന്നതിലോട് എനിക്ക് അത്ര വലിയൊരു യോജിപ്പ് അവരോടില്ല. അത് വേറൊരു വിഷയമാണ്. ഞാനിപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് ഇതിനകത്തിൽ തോന്നിയിട്ടുള്ളത് അമേരിക്ക കാലാകാലങ്ങളിലായിട്ട് അമേരിക്ക പിന്തുടരുന്ന ഇരട്ടത്താപ്പ്. അതായത് അമേരിക്കയാണ് ലോകത്തിലെ എല്ലാ തീവ്രവാദ സംഘങ്ങളെയും സൃഷ്ടിക്കുന്നത്. ഇപ്പം അൽ-ഖ്വയ്ദയുടെ പിന്നെ യഥാർത്ഥത്തിൽ ഫണ്ടിങ് നടത്തിയ അമേരിക്കയാണ്. പാകിസ്ഥാനിലെ എല്ലാ തീവ്രവാദി സംഘടനകൾ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തയ്യബ, ഇവരൊക്കെ തന്നെ അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇവരൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരെ എല്ലാം കൊല്ലും. ഈ സദാം ഹുസൈനെ ആദ്യം വളർത്തിയത് ആരാണ്? അമേരിക്കയാണ്. പിന്നെ യഥാർത്ഥത്തിൽ താലിബാൻ ആദ്യം ആയുധം കൊടുത്തത് ആരാണ്? അതും അമേരിക്കയാണ്. അൽ-ഖ്വയ്ദയെ വളർത്തിയത് ആരാണ്? അമേരിക്കയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടായ സമയത്ത് അവർക്കും ആയുധം കൊടുത്തു അമേരിക്ക. അതായത് അമേരിക്ക
തങ്ങളുടെ രാജ്യത്തിൽ നിന്നും അകലെയുള്ള സമ്പന്നമായ രാജ്യങ്ങളെ മുഴുവൻ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് തങ്ങൾക്ക് ഭാവിയിലെങ്കിലും അപകടം. അതുകൊണ്ടാണ് അമേരിക്ക ചൈനയ്ക്ക് നേരെ ഇത്ര ശക്തമായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്ക ഇന്ത്യക്ക് നേരെ ഈ വലിയ ആക്രോശം ഇപ്പോൾ കാണിക്കുന്നത് സൈനികമായിട്ട് ഇന്ത്യ വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്ക തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അമേരിക്ക തങ്ങൾ ഇടപെട്ടിട്ടാണ് പിന്നെ ഈ യുദ്ധം നിർത്തിയെന്ന് പറയുന്നത്. അതായത് പിന്നെ ഇന്ത്യക്ക് ശക്തിയൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തുക. അതായത് അമേരിക്കയുടെ മുന്നിൽ അമേരിക്കയ്ക്ക് ഭാവിയിലെങ്കിലും ഭീഷണിയാവാനുള്ള സാധ്യതയുള്ള ഒരു രാജ്യത്തിന്റെയും വളർച്ച അമേരിക്ക സഹിക്കില്ല. അത് മുളയിലേ നുള്ളിക്കളി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 തരത്തിലാണ്: സാങ്ഷൻസ്, ഡീലെജിറ്റിമൈസേഷൻ, പിന്നെ ഫിസിക്കൽ അറ്റാക്ക്. ഈ ഇവിടെ ഏറ്റവും വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നത് വെനിസ്വേലയുടെ ഭരണം പിടിച്ചെടുത്തതും അവരുടെ എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണം കൈക്കലാക്കിയതുമാണ്. മദൂറോ എന്ന വ്യക്തി ഈ പറയുന്ന ഒക്കെ ആണെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വെനിസ്വേലക്കാരെ അവരുടെ വഴിക്ക് വിട്ടുകൂടെ? എന്താ അത് ചെയ്യാത്തത്? അപ്പോൾ ഉള്ളിലിരിപ്പ് വ്യക്തമായല്ലോ. അതിനൊരു കാരണമായിരുന്നു പിന്നെ ഓണം വരാൻ ഒരു മൂലം വേണം എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഒരു മദൂറോ വേണം. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. തീർച്ചയായിട്ടും ഇതിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളുടെ മേൽ ആധിപത്യം ചെലുത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളെ യഥാർത്ഥത്തിൽ നമ്മളുടെ ആത്മാർത്ഥ സുഹൃത്തല്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയും നരേന്ദ്രമോദിയൊക്കെ തിരിച്ചറിയേണ്ടത് തന്നെയാണ്. ഒരുപാട് നന്ദി.